നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. അബുദാബി ആസ്ഥാനമാക്കിയുള്ള UAE ദേശീയ വിമാന കമ്പനിയായ എത്തിഹാദ് ജൂലൈ 1 മുതൽ കൊച്ചിയടക്കം ഇന്ത്യയിലെ 5 കേന്ദ്രങ്ങളിലേക്ക് പറക്കാനൊരുങ്ങുന്നു. ബംഗളൂരു, ചെന്നൈ, ഡൽഹി, മുംബൈ എന്നിവിടങ്ങളിലാണ് മറ്റു കേന്ദ്രങ്ങൾ ഉള്ളത്. ഇതുകൂടാതെ തന്നെ ഇന്ത്യ കൂടാതെ പാകിസ്ഥാൻ, മധ്യപൂർവ്വദേശം, യൂറോപ്പ് എന്നിങ്ങനെ 42 കേന്ദ്രങ്ങളിലേക്ക് എത്തിഹാദ് സർവീസ് ആരംഭിക്കുമെന്ന് അധികൃതർ ഇതിനോടകം തന്നെ അറിയിച്ചു കഴിഞ്ഞു. എന്നാൽ തന്നെയും കോവിഡ് പശ്ചാത്തലത്തിൽ ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളുടെ അനുമതി ലഭിച്ചാൽ മാത്രമേ സർവീസ് ആരംഭിക്കുകയുള്ളൂ എന്നും ഇവർ വ്യക്തമാക്കുകയും ചെയ്തു. ജൂലൈ മുതൽ ഇന്ത്യ രാജ്യാന്തര വിമാനങ്ങളെ അനുവദിക്കുമെന്നാണ് പ്രതീക്ഷ. എങ്കിൽ കോവിഡിനെ തുടർന്ന് UAE കുടുങ്ങിക്കിടക്കുന്ന മലയാളികൾക്ക് കേരളത്തിലെത്താൻ ഒരു വിമാനം കൂടിയാകും. നിലവിൽ വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളും ചാർട്ടേഡ് വിമാനങ്ങളും മാത്രമേ കേരളത്തിലേക്ക് അടക്കം ഇന്ത്യയിലേക്ക് പറക്കുന്നുള്ളൂ. അതോടൊപ്പം തന്നെ വ്യോമയാന രംഗത്തെ ഏറ്റവും വലിയ പിരിച്ചുവിടലിലേക്ക് എമിറേറ്റ്സ് എത്തിക്കഴിഞ്ഞു. വിമാന കമ്പനിയായ എമിറേറ്റ്സ് ഇതിനോടകം തന്നെ 600 പൈലറ്റുമാരെ ഒറ്റ തവണയിൽ പിരിച്ചുവിടുകയുണ്ടായി. ജോലി നഷ്ടമായവരിൽ ഒട്ടേറെ ഇന്ത്യക്കാരും ഉൾപ്പെടുന്നുണ്ട്. വ്യോമയാന രംഗത്തെ ഏറ്റവും വലിയ പിരിച്ചുവിടലുകളിലൊന്നാണ് ഇത് എന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം ജീവനക്കാരെ പിരിച്ചുവിടുന്ന കാര്യം എമിറേറ്റ്സ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നുവെങ്കിലും എത്ര പേർക്ക് ജോലി നഷ്ടമാകുമെന്ന് ഇതുവരെ വ്യക്തമാക്കിയിരുന്നില്ല. നേരത്തെ മെയ് 31-ന് 180 പൈലറ്റുമാരെയും എമിറേറ്റ്സ് ജോലിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ഇതോടെ ലോകത്തെ ഏറ്റവും വലിയ ദീർഘദൂര വിമാന കമ്പനികളിലൊന്നായ എമിറേറ്റ്സിൽ നിന്ന് പുറത്താക്കപ്പെട്ട പൈലറ്റുമാരുടെ എണ്ണം 792 ഉയർന്നിരിക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.